ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഡബിൾ പെൻസിൽ കാലിഗ്രാഫിയാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഡബിൾ പെൻസിൽ കാലിഗ്രാഫി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞുതരുമോ എന്നുള്ളത്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ കാലിഗ്രാഫി കലമിൻ്റെ നിബ് ഉണ്ടല്ലോ, അതൊരു ചെരിഞ്ഞ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അറബി കാലിഗ്രാഫിക്ക് വേണ്ടത് ചെരിഞ്ഞിട്ടുള്ള, അതായത് ഒരു സ്ലാൻഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെരിവുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഈ ഒരു അറബി കാലിഗ്രാഫിക്ക് വേണ്ടി യൂസ് ചെയ്യാം. അതായത് നമുക്ക് ചെരിവുള്ള ബ്രഷ് കിട്ടും, മാർക്കർ കിട്ടും, ചൈസൽ മാർക്കർ ഉണ്ട്, കാലിഗ്രാഫിയുടെ ഹത്താത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കറക്റ്റ് മാർക്കർ ഉണ്ട്, പിന്നെ കലമിൻ്റെ പല ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാലിഗ്രാഫി എഴുതാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചെരിവ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഒരു പെൻസിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാക്കി വെക്കാം. അതായത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും, അതേപോലെ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാക്കി വെച്ചിട്ട് ഒന്നെങ്കിൽ റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ റബ്ബർ ബാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടാപ്പ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇതിന് പ്രത്യേകിച്ച് നിയമങ്ങൾ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഇതൊന്ന് എഴുതി പഠിക്കാം, അത്രയും നിങ്ങൾ ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഇൻഷാല്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് റൂൾസോട് കൂടി പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കലമൊക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. കലമും ഡബിൾ പെൻസിലും ഒക്കെ മെത്തേഡിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ പറഞ്ഞത്, നല്ല മെത്തേഡ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാൻ നമുക്ക് കലം യൂസ് ചെയ്യുന്ന സെയിം തന്നെയാണ്, പക്ഷെ വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ കലമാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ടൈം, ഫസ്റ്റിലത്തെ ടൈമിന് തന്നെ കളറ് കിട്ടും. അതാണ് ട്രഡീഷണൽ കാലിഗ്രാഫി. അപ്പോൾ ഇത് നമ്മൾ ലെറ്ററിങ് എന്ന് കൂടി പറയട്ടോ. നമ്മളിവിടെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ലെറ്ററിങ് ആയിട്ട് വരും, അല്ലാത്തത് കാലിഗ്രാഫി എന്നാണ് പറയാം. പക്ഷേ ഇതും കാലിഗ്രാഫിയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കളറിങ് ഒന്നും ചെയ്യണില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറിങ് ഒക്കെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ച് ഷെയ്ഡ് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ 2 പെൻസിൽ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാലിഗ്രാഫി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രീ സെക്ഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ പേഴ്സണലായിട്ട് ചോദിക്കാവുന്ന കേട്ടോ. ഇവിടെ ഞാൻ പെൻസിൽ വെച്ചിട്ടുണ്ടെന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ.